ബിഗ് ബോസ് ഹൗസിൽ പുതിയൊരു കോംബോ വർക്കാവുന്നുണ്ടോ എന്നൊരു സംശയം. നോറയ്ക്ക് ഇന്നലെ ഒരു മുട്ടൻ പണി കൊടുത്തിരുന്നു ബിഗ് ബോസ്. ജിൻഡോയുടെയും നോറയുടെയും കൈ കൂട്ടിക്കെട്ടുക ഒരു റോപ്പ് യൂസ് ചെയ്തിട്ട്. ആ ടാസ്ക് ചെയ്യുമ്പോഴും ചെയ്യുന്നതിനിടയിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോറ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ജിൻഡോ ആണല്ലോ. ജിൻഡോ പറയുന്നത് നോറയുടെ മെയിൻ എതിരാളിയാണ്. നോറയ്ക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ ജിൻഡോയെ. എന്നിട്ട് ആ ജിൻഡോയുടെ നോറയുടെ കൈയും കൂടിയാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. നോറ ഇമോഷണലി ഭയങ്കര വീക്കാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവും. നോറ അതുപോലെ തന്നെ ഒരു ടാസ്കിനിടെ അർജുൻ പറയുകയുണ്ടായി നോറ റിമൈൻഡർ ആണെന്ന്. അതായത് ഓരോ മനസ്സിലിട്ട് അത് ഊതി 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 പെരുപ്പിക്കുന്ന ഒരാളാണ് നോറ. അതുകൊണ്ട് തന്നെ ജിൻഡോയുമായി ഇഷ്യൂകളൊന്നും നോറയ്ക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. ഈ ടാസ്കും കൂടി ആയപ്പോൾ ഏകദേശം ഫുള്ളായി. പക്ഷേ ഇതിനിടയ്ക്കെല്ലാം നോറയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ആ വീട്ടിൽ. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഇഷ്ടമോ ലവോ പ്രണയമോ അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സോഫ്റ്റ് കോർണർ അദ്ദേഹത്തിന് നോറയോടുണ്ട്. അത് വേറെ ആരുമല്ല, അഭിഷേക് ശ്രീകുമാറാണ്. എപ്പോഴും നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അത്? എന്തിന് ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോൾ കൂടി നോറ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്ന് കരുതി അഭിഷേക് എസ് നോറയ്ക്ക് അത് വിട്ടുകൊടുത്തു. പക്ഷേ നോറയ്ക്ക് ആകാൻ കഴിഞ്ഞില്ല. അഭിഷേക് എസിന് നോറയോട് എന്തോ ഒരു ചായ്വില്ലേ എന്ന് എനിക്ക് തോന്നി. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അഭിഷേക് എസ് വൈൽഡ് കാർഡ് എൻട്രി ആണ് കേട്ടോ. ആ 6 വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീങ്, നല്ലൊരു മനുഷ്യനായി തോന്നിയത് അഭിഷേക് എസിനെയാണ്. വന്നപ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു. ചാൻമണിയോട് പോയി സംസാരിക്കുമ്പോഴും യെല്ലോ കാർഡ് വരെ കിട്ടി അഭിഷേക് എസിന്. പക്ഷേ ബിഗ് ബോസ് ഷോ പോകെ പോകെ പ്രേക്ഷകരുടെ മനസ്സ് പതിയെ പതിയെ അഭിഷേക് എസ് കീഴടക്കുന്നുണ്ട്. വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ശാന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അങ്ങനെയും കളിക്കാമല്ലോ ബിഗ് ബോസിൽ. എപ്പോഴും ഒച്ചയും ബഹളവും ഷൗട്ടിങ്ങും ഒക്കെ ആയിട്ട് തന്നെ കളിക്കണമെന്നില്ല. ഉറപ്പായിട്ടും ഇയാൾക്ക് ഇപ്പോൾ ഒരു ഗേൾസ് ഫാൻ ബേസ് തന്നെ ഉണ്ടായിട്ടുണ്ടാകും. പല സമയത്തും നോറയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അഭിഷേക് നിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരു മണിയുടെ ടാസ്ക് ഉണ്ടായിരുന്നു. അഭിഷേക് എല്ലാവരെയും പോയി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നോറയുടെ അടുത്തേക്ക് വന്നില്ല പ്രൊവോക്ക് ചെയ്യാൻ. അങ്ങനെ പലപ്പോഴായി എനിക്ക് തോന്നുന്നുണ്ട് അഭിഷേകിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് നോറയുടെ അടുത്ത്. അത് എൻ്റെ മാത്രം തോന്നലാണ്. ഇപ്പോഴും പറയുന്നുണ്ട്. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.